നമസ്കാരം, എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കാൻ വിചാരിക്കുന്നു. ഈ മാസവും അതിൻ്റെ അടുത്ത മാസവും നമുക്ക് കുറച്ച് ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉള്ള ഒരു ടൈമാണ്. കാരണം ഇത് റംസാൻ മാസമാണ്. ഫാസ്റ്റിംഗ് നമുക്ക് സ്പിരിച്വലി വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനെ ഹെൽത്തിനും അത്ര എഫക്റ്റ് ചെയ്യാതെ നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളത് നോക്കാം. ആദ്യത്തേതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു മാസം മുന്നേ നിങ്ങളുടെ ഗട്ടിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യണം. കാരണം 3 നേരവും നല്ലപോലെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫാസ്റ്റിംഗ് വിൻഡോയിലേക്ക് കയറുമ്പോഴേക്കും അത് ദഹന പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. നിങ്ങൾ സാധാരണ കഴിക്കുന്ന അളവിനേക്കാളും കുറച്ച് കഴിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് കടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗട്ടിനെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതുവഴി നമുക്ക് ഒരുപാട് ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. രണ്ടാമത്തേത് നമ്മുടെ ഈറ്റിംഗ് വിൻഡോ ആണ്. അതായത് സുഹൂറും ഇഫ്തറും. സുഹൂറും കഴിവതും നമ്മൾ സൺറൈസിനോട് അടുത്തുള്ള ടൈമിൽ കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇഫ്തറും നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതും ഈ പറയുന്ന സൺസെറ്റിനോട് അടുത്ത് നമ്മൾ കഴിക്കാൻ നോക്കുക. കാരണം നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് ഈ പറയുന്ന സൂര്യനായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് കഴിവതും ഈ പറയുന്ന ടൈമിൽ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, ഒരിക്കലും നമ്മുടെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യേണ്ടത് സമൂസയോ ബജ്ജിയോ അങ്ങനെ ഓയിലി ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാവാൻ പാടില്ല. എപ്പോഴും ഒരു ഫൈബറിൽ തുടങ്ങുക, പ്രോട്ടീനിൽ ചെല്ലുക, കാർബിൽ അവസാനിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ആ ഫുഡ് ഐറ്റംസിനെ കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെ എടുക്കുന്നത് വഴി നിങ്ങൾക്ക് വയറ് ഫില്ല് ചെയ്യാനും പറ്റും, എന്നാൽ അതൊരു ഹെൽത്തിയർ വേർഷനും ആയിരിക്കും. അതുകൊണ്ട് ആദ്യമേ ഫ്രൂട്ട്സ്, പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങൾ എടുക്കുക, ശേഷം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എടുക്കുക, അതിനുശേഷം മാത്രം കാർബിലേക്ക് കടക്കുക. കഴിവതും ഫൈബർ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഫൈബർ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങളെ ഫുള്ളറായിട്ട്, അതായത് ഒരു ഫാസ്റ്റിംഗ് പീരീഡിന്റെ ഫുൾ ടൈമിൽ നിങ്ങളെ ഒന്ന് എനർജറ്റിക് ആയിട്ടും നിങ്ങളുടെ വയറ് ഫില്ലിംഗ് ആയിട്ടും ഇരിക്കാനായിട്ട് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ടയർഡ്നെസ് തോന്നും എങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഇത് നമ്മുടെ മെറ്റബോളിസം കൂട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുവഴി നമുക്ക് ഡൈജസ്റ്റീവ് ഫയർ കൂടും, നിങ്ങൾക്ക് പ്രോപ്പർ ഡൈജഷൻ നടക്കും. ഇനി ലാസ്റ്റും എന്നാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. ഒരുപാട് സ്പൈസി ആയിട്ടുള്ളതും ഓയിലി ആയിട്ടുള്ളതും അതുപോലെ തന്നെ സോർ ഫുഡ് ഐറ്റംസും എടുക്കാതിരിക്കുക. കാരണം ഇതൊക്കെ ഈ പറയുന്ന പോലെ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കുന്നതാണ്. ഇത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് എക്സസീവ് ആയിട്ട് എടുത്തുകൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൈജഷൻ പ്രോബ്ലം, അതായത് അസിഡിറ്റി, ഈ പറയുന്ന പോലെ നമുക്ക് ബേണിംഗ് സെൻസേഷൻ, നെഞ്ചരിച്ചിൽ, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, ടോയ്ലറ്റിൽ പോകുമ്പോൾ നമുക്ക് ഒരു നീറ്റലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പരമാവധി ബാലൻസ്ഡ് ആയിട്ട് എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റംസാൻ മാസത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ്, ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.